ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കണ്ടന്റ് എടുത്തിട്ട് അതിൽ എൻ്റെ അഭിപ്രായം എന്താണ് അത് മിക്സ് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു ത്രില്ല് കിട്ടുള്ളൂ. അപ്പോൾ കൂടാതെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ അഭിപ്രായം പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ് മറ്റൊന്നല്ല. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും കൂടാതെ നമ്മുടെ TV ന്യൂസിലൊക്കെ എല്ലാവരും ആരി കൊടുക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി, അനാമികയുടെ ഹസ്ബൻഡ് വിഷ്ണു, കൂടാതെ അനാമികയുടെ അമ്മ എന്ന് പറയുന്ന ഗിരിജ എന്ന് പറയുന്ന വ്യക്തി. കഴിഞ്ഞ ഒക്ടോബർ മാസം 23-ാം തീയതിയാണ് ഈ അനാമികയുടെ വിഷ്ണുവിൻ്റെ മാരേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി എന്താണ് വാനോളം പുകഴ്ത്തലും വീഡിയോസ് കാര്യങ്ങൾ എന്തും ഓപ്പൺ ചെയ്താലേ ഫുൾ ഇവരുടെ വീഡിയോ ആയിരുന്നു. കാരണം മറ്റൊന്നല്ല, നിങ്ങൾക്കറിയായിരിക്കും അനാമിക എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ ജീവമാത ഹോസ്റ്റലിൽ അനാഥാലയത്തിൽ നിന്ന് വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റിയുടെ മകനുമായിട്ട് കല്യാണം ഉറപ്പിക്കുന്നു, കല്യാണം കഴിക്കുന്നു. ഈ അനാമിക എന്ന് പറയുന്ന കുട്ടിയെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു മരുമകളായിട്ട്. എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും പുകഴ്ത്തി അങ്ങനെ നല്ല പബ്ലിസിറ്റി, അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നു എന്നൊക്കെയാണ് ഈ പറഞ്ഞ അന്ന് ഉള്ളത്. അന്ന് നല്ല ഇന്ന് അവരുടെ ലൈഫിൽ വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ നമുക്കറിയില്ല, അത് വേറെ. അപ്പോൾ ഇതിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് അനാമികയ്ക്ക് ഈ മാരേജ് നടക്കുന്ന സമയത്ത് അനാമികയ്ക്ക് ഒരു 18 വയസ്സ് കംപ്ലീറ്റ് ആയി, ഒരു 2 ആഴ്ച എക്സ്ട്രാ ആയിരുന്നു. 18 വയസ്സ് 2 ആഴ്ച ആയിരിക്കുമ്പോഴാണ് ഈ അനാമികയ്ക്ക് മാരേജ് നടക്കുന്നത്. പക്ഷെ അനാമിക മാരേജ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്വാഭാവികം എല്ലാവരും ഗർഭിണിയാവുന്ന പോലെ അനാമിക ഗർഭിണിയെ, അനാമിക ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പക്ഷെ ആ ഒരു കുഞ്ഞിന് പ്രത്യേകത ഉള്ളത്, ഈ അനാമിക കല്യാണം കഴിഞ്ഞിട്ട് 7-ാം മാസത്തിലാണ് ഡെലിവറി നടന്നത്. അപ്പോൾ ഡെലിവറി നടന്ന 7-ാം മാസത്തിൽ നോർമലി ഡെലിവറി നടന്ന ഏതൊരു കൊച്ചിനും ആ കുഞ്ഞിന് വളർച്ചയ്ക്ക് കുറവുണ്ടായിരിക്കും, പൂർണ്ണ വളർച്ച ഉണ്ടാവില്ല. പക്ഷെ അനാമിക ഗർഭിണിയായി പ്രസവിച്ച കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിനെയാണ് ജന്മം നൽകിയത്. അപ്പോൾ ഇവിടെ തുടങ്ങി ട്വിസ്റ്റ്. മറ്റൊന്നല്ല, പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ സ്വാഭാവികമായിട്ട് 9 മാസം 2 വീക്കൊക്കെ നമ്മുടെ വയറിൽ കുഞ്ഞുണ്ടായിരിക്കണം. അങ്ങനെ ആ ഒരു കണ്ടന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അനാമിക എന്ത് വന്നാലും ഹോസ്റ്റലിലായിരിക്കുമ്പോൾ തന്നെ ഗർഭിണിയായിരിക്കണം. ഗർഭിണിയായി 3 മാസം കഴിഞ്ഞാൽ മാത്രമേ അനാമികയ്ക്ക് 3 മാസം ആകുമ്പോഴായിരിക്കും ഇവർ ഈ മാരേജ് നടത്തിയത്. അപ്പോൾ അന്ന് ചുരുളഴിയാത്ത പല കാര്യങ്ങളും ഇന്ന് ചുരുളഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പ്രകാരം ഇന്ന് പോസ്കോ കേസ് എടുത്ത് ഈ പറഞ്ഞ വിഷ്ണു, കൂടാതെ വിഷ്ണുവിൻ്റെ അമ്മ ഗിരിജ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും ഒളിവിലാണ്. കാരണം പോസ്കോ കേസാണ്. കൂടാതെ ആ ഒരു സ്ഥലത്തിൽ, അതായത് ആ ഒരു അനാഥാലയത്തിലുള്ള കുട്ടികളെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇവരെ പുകഴ്ത്തി, അന്ന് ഈ പറഞ്ഞ് ഇവർക്ക് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആരുമില്ലായിരുന്നു. പക്ഷേ സമൂഹം ഇതാണ് കേട്ടോ, നിങ്ങൾ നോക്കണം. അന്ന് നെഗറ്റീവ് പറയാൻ ആരുമില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു കേസ് വന്ന് ഇതിലോട്ട് പോയപ്പോൾ അനാമികയ്ക്ക് കുറ്റം, അനാമികയെ പറ്റി കുറ്റം പറയാനേ ഉള്ളൂ അവളുടെ കൂടെ പഠിച്ച പിള്ളേർ. കൂടാതെ ആ ഹോസ്റ്റലിനെ പറ്റി കുറ്റം പറയാനേ അവിടുത്തെ ചുറ്റുപാടുള്ളവരുള്ളൂ. ഇന്ന് അനാമികയുടെ ഫ്രണ്ട്സ് പറഞ്ഞതെന്ന് പറയുന്നത്, അനാമിക എല്ലാ ദിവസവും രാത്രി അവിടുന്ന് ഹോസ്റ്റലിൽ നൈറ്റ് എല്ലാവരും ഉറങ്ങിയ ശേഷം ഹോസ്റ്റലിൻ്റെ കീ ഉപയോഗിച്ച് ഡോറ് തുറന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് പോകുമായിരുന്നു. വിഷ്ണു അവിടെ എല്ലാ ദിവസവും വരികയായിരുന്നു. അവർ അന്നേ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു. കൂടാതെ ഹോസ്റ്റലിൽ ചുറ്റുമുള്ളവരും പറഞ്ഞ എന്തൊക്കെ വീഡിയോസൊക്കെ ഇപ്പോൾ വൈറലാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആർക്കും ഒറ്റയ്ക്ക് പാടാൻ അറിയില്ലല്ലോ. ഒറ്റയ്ക്ക് പാടുന്നിടത്താണ് ഒരു ശരി അവരുടെ ടാലൻ്റ് അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താ ഇത്, ഈ പറഞ്ഞ ജനങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടത്ത് പാടാനേ അറിയുള്ളൂ. അത് ഈ സബ്ജക്റ്റില്ല, വേറെ എന്ത് സബ്ജക്റ്റ് ആയാലും നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോകുന്ന അനാമികയുടെ കാര്യങ്ങൾ, അനാമിക എന്തായാലും ഇന്ന് അനാമിക ഇപ്പോൾ ഒരു കുഞ്ഞിനെയൊക്കെ പ്രസവിച്ചിട്ട് നമ്മൾ നോർമലി നമ്മളതിൽ എന്താണ് ആഗ്രഹിക്കുക, നമ്മളെ ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ആണ്. നമ്മുടെ ഹസ്ബൻഡ് വരുന്നത്, കുഞ്ഞിനെ എടുക്കുന്നത്, ലാളിക്കുന്നത്, കൂടാതെ വീട്ടുകാർ നോക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്ന അനാമികയ്ക്ക് പെട്ടെന്ന് ശരി, ചിലപ്പോൾ മേ ബി ആ കുട്ടി പ്രണയിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ അതിന് മുൻപേ അവർ തമ്മിൽ ബോണ്ടിങ് ബന്ധം എല്ലാം ഉണ്ടായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ അവർ മാരേജ് കഴിഞ്ഞ് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഇങ്ങനത്തെ ഒരു കേസ് വന്ന് കുത്തിപ്പൊക്കി അതിൽ നെഗറ്റീവ് പറയുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ഒളിവിൽ പോയതോടെ അനാമികയ്ക്ക് വിഷ്ണുവിൻ്റെ പ്രസൻസ് കിട്ടുന്നില്ല ഒരു കാര്യത്തിലും. അനാമിക ഒറ്റയ്ക്കാണ്. കൂടാതെ അമ്മ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഗിരിജ അവരും ഒളിവിലാണ്. അവരുടെയും ഫുള്ള് ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഇതാണ്. നോർമലി നമുക്ക് ആ ഒരു ഡെലിവറി ടൈമിൽ നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ ഓൾറെഡി വേറെ നമുക്ക് ഉണ്ടാവും, ഏത് സ്ത്രീക്കും ഉണ്ടാവും. അപ്പോൾ അത് മറ്റു പല അതിൻ്റെ കൂടെ ഇതും കൂടെ എടുത്തിട്ട് ആ കുട്ടിയെ മാനസികമായിട്ട് മെൻ്റലി തളർത്തി എന്ത് കിട്ടാനാണെന്ന് അറിയില്ല. പിന്നെ ഇതെല്ലാം എന്താണ് അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ അനുഭവിച്ചിരിക്കും, അത് വേറെ കാര്യം. എന്തായാലും നമ്മുടെ ആളുകൾ ഇതൊക്കെയാണ് എനിക്കും പറയാനുള്ളത്.
എൻ്റെ ഈ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്താണോ അത് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.